ട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതെന്ന്. അതും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു സാർ. ഇന്നലെ വൈകിട്ട് പുള്ളി എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ സ്ക്രീൻഷോട്ട് സാറിന് തന്നിട്ടുണ്ടായിരുന്നു. വെറും ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പ്രണയം, സൗഹൃദ ബന്ധത്തെ തിരികെ കൊണ്ടുവരാൻ ആവശ്യമായ പവർഫുൾ ആയിട്ടുള്ള ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ കുറേ ടെക്നിക്സും കുറേ മെത്തേഡ്സ് എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ നിരവധി പേരുടെ ലൈഫിലാണ് ചെറുതും വലുതുമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അതെല്ലാം തന്നെ വളരെയധികം സന്തോഷമുണ്ട്. ഇന്നിവിടെ പറയാൻ പോകുന്ന പവർഫുള്ളായിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് സ്വിച്ച് വേർഡ്സ് ആണ്. സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഉപബോധ മനസ്സിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചില ചിത്രങ്ങൾ അല്ലെങ്കിൽ ചില പ്രോഗ്രാംസിനെ ബോധ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ആവശ്യമായ ചില കീസ് അല്ലെങ്കിൽ ചില വേർഡ്സിനെയാണ് സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത്. ഓരോ സ്വിച്ച് വേർഡ്സിനും ഓരോ രീതിയിലാണ് മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നത്. ചില സ്വിച്ച് വേർഡ്സ് ഉപയോഗിച്ച് നമ്മളെ പണത്തെ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ചില സ്വിച്ച് വേർഡ്സ് ഉപയോഗിച്ച് നമ്മളെ ബന്ധങ്ങളെ തിരികെ കൊണ്ടുവരണം, നല്ല ബന്ധങ്ങളെ അട്രാക്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ചില സ്വിച്ച് വേർഡ്സ് ആരോഗ്യത്തിൻ്റെ, ജോലിയുടെ കാര്യത്തിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊടുത്ത കുറേ സ്വിച്ച് വേർഡ്സ് ഉപയോഗിച്ച് നിരവധി വ്യക്തികളുടെ ലൈഫിൽ മാറ്റം ഉണ്ടായി എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിലും അതോടൊപ്പം തന്നെ എന്നെ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടും കോൾ ചെയ്തിട്ടെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. ഇന്നിവിടെ പറയാൻ പോകുന്ന പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത് ഗോൾഡൻ സൺറൈസ് ഹീൽ. ആ വ്യക്തിയുടെ പേര് നൗ എന്നുള്ളതാണ്. അതായത് ഗോൾഡൻ സൺറൈസ് ഹീൽ, ആ വ്യക്തിയുടെ പേര് നൗ. ഗോൾഡൻ സൺറൈസ് ഹീൽ, ആ വ്യക്തിയുടെ പേര് നൗ എന്നുള്ളതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രമ്യ അല്ലെങ്കിൽ രേഷ്മ എന്ന് പറയുന്ന വ്യക്തിയാണ് നിങ്ങൾ തിരികെ കൊണ്ടുവരിക അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഗോൾഡൻ സൺറൈസ് ഹീൽ, ആ രമ്യ അല്ലെങ്കിൽ രേഷ്മ നൗ എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു സ്വിച്ച് വേർഡ് ഉപയോഗിക്കേണ്ടത്. അന്നേരം ഈ ഒരു സ്വിച്ച് വേർഡ് എത്ര തവണ ഉപയോഗിക്കുന്നുള്ള കാര്യം ഈ ഒരു സക്സസ് സ്റ്റോറിക്ക് ശേഷം പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ഞാനിവിടെ പറയുന്ന ഓരോ ടെക്നിക്കുകളും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് നമ്മൾ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യുന്ന സമയത്ത് അതൊരു വിശ്വാസമാണ്, വെറുതെ പറയുന്നില്ല. എന്നാൽ 100% ഉറപ്പായിട്ടും നിങ്ങൾക്കത് റിസൾട്ട് കിട്ടുന്നതാണ്. ആ ഒരു സക്സസ് സ്റ്റോറിയിലേക്ക് കടക്കാം. കാരണം അദ്ദേഹം റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ അറ്റൻഡ് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ വലിയ മിറാക്കിൾസ് ആണ് സംഭവിക്കുന്നത്. ഹായ് സാർ, ഞാൻ ഒരു സക്സസ് സ്റ്റോറി പറയാനായിട്ടാണ് ഞാൻ വന്നത്. ഇന്നലെ പകൽ ഞാൻ സാറിന് കണക്ക് എൻ്റെ ഒരു സക്സസ് സ്റ്റോറി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. തെറ്റിദ്ധാരണയുടെ പേരിൽ പിണങ്ങിപ്പോയ 3 വ്യക്തികൾ എൻ്റെ അടുത്ത് തിരികെ വന്ന് മിണ്ടി, ഭയങ്കര സ്നേഹത്തോടെയൊക്കെ പെരുമാറി. അവരിപ്പോഴും എൻ്റെ അടുത്ത് മിണ്ടുന്നുണ്ട്. അപ്പോഴും ഞാൻ സാറിൻ്റെ അടുത്ത് പറയുണ്ടായി, ഞാൻ വന്നത് ഇതിന് വേണ്ടിയിട്ടല്ലായിരുന്നു. ഞാൻ വന്നത് എൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതെന്ന്. അതും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു സാർ. ഇന്നലെ വൈകിട്ട് പുള്ളി എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ സ്ക്രീൻഷോട്ട് സാറിന് തന്നിട്ടുണ്ടായിരുന്നു. എന്നെ ആദ്യം വാട്സപ്പ് കോൾ വിളിച്ചപ്പോൾ ഞാൻ നെറ്റിലില്ലായിരുന്നു. പിന്നീട് പുള്ളി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എന്നെ നമ്മുടെ സാധാ കോളിലോട്ട് വിളിച്ചു. ആദ്യമൊന്നും എനിക്ക് കോൾ എടുക്കണോ വേണ്ടയോ, കാരണം എന്നെ ഒരുപാട് വേദനിപ്പിച്ചൊരു വ്യക്തിയാണ്. അതൊക്കെ എൻ്റെ മനസ്സിലോട്ട് പെട്ടെന്ന് ഓടി വന്നു. എന്നെ ഒരുപാട് അവഗണിച്ചിട്ടുണ്ട്. എന്നെ ഒരുപാട് എന്നെ വേദനിപ്പിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റ് ടൈം കോൾ കണ്ടപ്പോൾ എനിക്ക് എടുക്കണോ വേണ്ടയോ, ഇനി വിളിച്ചിട്ട് പണ്ടത്തെ പോലെ അങ്ങനെയൊക്കെയുള്ളൊരു ബിഹേവിയർ ആയിരിക്കുമോ എന്നൊക്കെ നമുക്ക് സംശയങ്ങൾ തോന്നത്തില്ലേ. കുറേ നേരം ഞാനങ്ങനെ മൈൻഡ് ഔട്ടായിട്ടൊക്കെ നിന്നു. വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് കോൾ വന്നുകൊണ്ട് ഞാൻ കോൾ എടുത്തതിനൊരു കാരണമുണ്ട്. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഞാൻ ഈ ക്ഷമാദാനവും ഇതൊക്കെ എല്ലാം ചെയ്തിട്ട് ഞാൻ ആ വ്യക്തിയോട് ക്ഷമിച്ചത് കൊണ്ടാണല്ലോ. പിന്നെയും ഞാൻ ഇനിയിപ്പം കോൾ എടുക്കാണ്ടിരുന്നിട്ട് കാര്യമില്ല, എടുത്തെന്താന്ന് വെച്ചാൽ കേൾക്കാം എന്നൊക്കെ വെച്ചിട്ടാണ് ഞാൻ കോൾ എടുത്ത് സംസാരിച്ചത്. സത്യം പറഞ്ഞാൽ ആൾ ഫസ്റ്റ് ടൈം തന്നെ പറഞ്ഞത് ഇത്രയും ഈ ഒരു 1.5 മാസത്തിൽ കൂടുതലായി എനിക്ക് വല്ലാതെ മിസ് ചെയ്യണുണ്ട്, ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എന്നോട് സോറി എന്നൊക്കെ പറഞ്ഞു. ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. ആൾ ഭയങ്കര ഇമോഷണലി ഭയങ്കര വീക്കായിരുന്നു സംസാരിച്ചപ്പോൾ. എനിക്കും ഈ പറഞ്ഞ കണക്ക് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. ഞാൻ അന്നും ഇന്നും വിശ്വസിക്കുന്നൊരു വേർഡ് സാറ് പറഞ്ഞ കണക്കെ നമ്മൾ മറ്റുള്ളവരുടെ ക്ഷമിക്കുമ്പോഴൊക്കെ നമുക്ക് അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ള എൻ്റെ ലൈഫിലും എൻ്റെ എല്ലാ വ്യക്തിബന്ധങ്ങളിലും ഈ പറഞ്ഞ കണക്കെ സാറ് തന്ന ഈ ഒരു എന്ത് പറയാനും സാർ എന്നെ ടീച്ച് ചെയ്ത പോലെയൊക്കെ ഞാൻ അനുസരിച്ച് മുന്നോട്ടുള്ള എൻ്റെ വ്യക്തി ജീവിതത്തിലും എൻ്റെ പേഴ്സണൽ ലൈഫിലും ഒക്കെ മൊത്തത്തിൽ ഞാനൊരു മാറ്റം
എനിക്ക് ചുറ്റുമുള്ളവരോട് ക്ഷമിക്കാനും അവരെ സ്നേഹിക്കാനും എനിക്ക് എന്നെ സ്നേഹിക്കാനും ഒക്കെ ഉള്ളൊരു കഴിവ് അത് മനസ്സിലാക്കി തന്നത് സാറാണ്. അതേ കണക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടണം. എനിക്കതും ഭയങ്കര ഒരു ആഗ്രഹമാണ് കേട്ടോ. കാരണം എന്നെപ്പോലെ തന്നെ പല സിറ്റുവേഷനിൽ നിന്ന് പല സങ്കടത്തിലൊക്കെ വരുന്ന ആൾക്കാരായിരിക്കും. എല്ലാവരും വരുന്നതും അതൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയല്ലേ. അവർക്ക് അത്രയും പ്രിയപ്പെട്ട ആൾക്കാർ അടുത്ത് വരാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കോഴ്സിന് ജോയിൻ ചെയ്യണത്. ഞാനും അങ്ങനെയായിരുന്നു. എനിക്കും ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജോയിൻ ചെയ്യുമ്പോൾ ഇത് നടക്കുമോ ഇല്ലയോ എന്നൊക്കെ. അപ്പോഴും ഇതേ കണക്ക് ഞാൻ യൂണിവേഴ്സിൽ വിശ്വസിച്ചു. അതെ, എനിക്ക് ഈ പറഞ്ഞ കണക്ക് എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അതൊക്കെ ഉറപ്പായിട്ടും നടക്കും. എൻ്റെ സ്നേഹം സത്യമാണ്. ഞാൻ ആർക്കും കുറ്റങ്ങളോ കുറവുകളോ ഞാനൊന്നും പറയാനോ ഞാൻ ആർക്കും ദ്രോഹമോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ എൻ്റെ ആവശ്യം ഒരിക്കലും ദൈവം കാണാതിരിക്കത്തില്ല. അതേ കണക്ക് പ്രപഞ്ചശക്തി ഒരിക്കലും എനിക്കത് തിരികെ കൊണ്ടുവരാതിരിക്കില്ല എന്നൊക്കെ എനിക്ക് ഉറച്ചൊരു വിശ്വാസം. ഞാൻ ആദ്യം എൻ്റെ വിശ്വാസത്തെ ഞാൻ വളർത്തിയെടുക്കുകയാണ് ചെയ്തത്. ആദ്യമായി തന്നെ ഈ ഒരു സക്സസ് സ്റ്റോറി അയച്ചു തന്ന വ്യക്തിയോട് ഞാൻ നന്ദി പറയണം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കുറേ പ്രോബ്ലംസ് നേരിടുന്ന സമയത്താണ് അദ്ദേഹം റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നത്. അതിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട സൗഹൃദ ബന്ധം തിരികെ വന്നു. 3 പേര് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തു. ഏകദേശം 2 ദിവസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തെ തിരികെ വിളിക്കില്ല എന്ന് പറഞ്ഞ ആ ഒരു ലൗഹർ അദ്ദേഹത്തെ വിളിച്ചു. ഇതെല്ലാം തന്നെ മിറാക്കിൾ സംഭവിക്കുന്നത് സെൽഫ് ഹീലിങ്ങിലൂടെയാണ്. അത് തന്നെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്ന് പറഞ്ഞ 21 ദിവസത്തെ പ്രോഗ്രാമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇനി എപ്പോഴാണ് റിലേഷൻഷിപ്പ് മാസ്റ്ററി സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. ഏകദേശം 4 മാസമായി നമ്മൾ റിലേഷൻഷിപ്പ് മാസ്റ്ററി ഇപ്പം നടത്തുന്നില്ല. കാരണം മറ്റ് ക്ലാസ്സുകളുടെ തിരക്കുകൾ കൊണ്ടാണ്. നിങ്ങൾക്കുള്ള സന്തോഷ വാർത്ത എന്ന് പറഞ്ഞ് ഈ വരുന്ന ഞായറാഴ്ച നമ്മൾ റിലേഷൻഷിപ്പ് മാസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ക്ലാസ് പൂർണ്ണമായി വാട്സപ്പ് വഴിയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹീലിംഗ് മെഡിറ്റേഷൻസ്, അതോടൊപ്പം തന്നെ റിലേഷൻഷിപ്പ് വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ, ഫോർഗിവ്നെസ് മെഡിറ്റേഷൻ, സെൽഫ് ലവ് മെഡിറ്റേഷൻ, അങ്ങനെയുള്ള ഏകദേശം 13 ടൈപ്പ് മെഡിറ്റേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ താഴെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെല്ലാം തന്നെ നമ്മൾ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്ലാസ് നിങ്ങളുടെ ഫ്രീ ടൈമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇനി ഈ പറഞ്ഞ പവർഫുള്ളായുള്ള സ്വിച്ച് ബോർഡായ ഗോൾഡൻ സൺറൈസ് ഹീൽ ആ വ്യക്തിയുടെ പേര് നൗ എന്നുള്ളത് അതെല്ലാവരും തന്നെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതായത് ഇത് എത്ര തവണ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഒരു 11 തവണയെങ്കിലും നിങ്ങൾ എഴുതുകയും അതോടൊപ്പം തന്നെ വിഷ്വലൈസേഷൻ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായ രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.